പ്രശസ്ത ചൈൽഡ് സൈക്കോളജിസ്റ്റായ എറിക് ബേൺ ഒരിക്കൽ ഒരു സ്കൂളിൽ വിസിറ്റ് നടത്തി. അദ്ദേഹം അവിടുത്തെ പ്രധാന അധ്യാപകനോട് ഇങ്ങനെ പറഞ്ഞു: എനിക്ക് കുട്ടികളെ കണ്ടാൽ അവർ മിടുക്കരാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ കുട്ടികളെയൊക്കെ ഒന്ന് കാണണം. അധ്യാപകൻ സമ്മതിച്ചു. ക്ലാസ്സിൽ കയറിയ എറിക് ബേൺ കുട്ടികളെ ആകെ ഒന്ന് നോക്കി. തുടർന്ന് അവരുടെ അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്തിട്ട് ചില കുട്ടികളുടെ പേരിന് നേരെ ടിക്ക് ചെയ്തു വെച്ചു. സത്യത്തിൽ ഈ കുട്ടികൾ ആരാണെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഏതൊക്കെയോ 6-7 കുട്ടികളുടെ പേരിന് നേരെ രജിസ്റ്റർ ബുക്ക് നോക്കിയിട്ട് ഒന്ന് ടിക്ക് ചെയ്ത് വെച്ചതാണ്. തുടർന്ന് അദ്ദേഹം സ്കൂളിലെ പ്രധാനപ്പെട്ട അധ്യാപകനോട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ ടിക്ക് ചെയ്ത് വെച്ച ഈ കുട്ടികളുണ്ടല്ലോ, അവർ നല്ല ബുദ്ധിശക്തിയുള്ള കുട്ടികളാണ്. അതുകൊണ്ട് അവർക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. അവർ മിടുക്കരാണ്. അങ്ങനെ കാലം കടന്നുപോയി. 5 വർഷത്തിന് ശേഷം അതേ സ്കൂളിൽ വീണ്ടും എറിക്ക് വിസിറ്റിങ്ങിനായി വന്നു. അദ്ദേഹത്തെ കണ്ട പ്രധാന അധ്യാപകൻ ഓടി എത്തിക്കൊണ്ട് പറഞ്ഞു: സർ, ഇറ്റ് വാസ് എ മിറാക്കിൾ. അന്ന് എറിക്ക് തെരഞ്ഞെടുത്തു കൊടുത്ത കുട്ടികൾ ഇന്ന് ക്ലാസ്സിലെ ടോപ്പേഴ്സാണ്. യഥാർത്ഥത്തിൽ എറിക് ബേണിന് ആ കുട്ടികളുടെ കഴിവിനെക്കുറിച്ചോ ഐക്യുവിനെ കുറിച്ചോ യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. അവരെ കണ്ടിട്ട് പോലുമില്ല. രജിസ്റ്ററിലെ പേര് വെച്ച് മാത്രം സെലക്ട് ചെയ്ത കുട്ടികളായിരുന്നത്. പക്ഷേ എറിക് ബേൺ പറഞ്ഞതുകൊണ്ട് മാത്രം അധ്യാപകർ ആ കുട്ടികൾക്ക് എന്തോ പ്രത്യേകതയുണ്ടെന്ന് വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ അവരെ അധ്യാപകർ കാര്യമായിട്ട് ശ്രദ്ധിച്ചു. എപ്പോഴെങ്കിലും ആ കുട്ടികൾക്ക് മാർക്ക് കുറയുകയോ അല്ലെങ്കിൽ പഠനത്തിൽ അവർ പിന്നോക്കമാവുകയോ ചെയ്യുമ്പോൾ, നീ മിടുക്കനല്ലേ, നിനക്കിങ്ങനെ വരാൻ പാടില്ലല്ലോ, നന്നായി ശ്രമിക്കൂ, നിന്നെക്കൊണ്ട് പറ്റും എന്നൊക്കെയുള്ള രീതിയിൽ ആ കുട്ടികളെ നിരന്തരം പ്രോത്സാഹിപ്പിച്ചു. അധ്യാപകർ ആ കുട്ടികൾ മിടുക്കരാണെന്ന് വിശ്വസിച്ചു. ആ രീതിയിൽ തന്നെ അവരോട് സ്നേഹത്തോടെ ക്ഷമയോടെ പെരുമാറി. പ്രോത്സാഹനവും സ്നേഹവും അവർക്ക് അധ്യാപകർ നൽകിയ ആത്മവിശ്വാസം ആ കുട്ടികളെ കൂടുതൽ മെച്ചപ്പെടുത്തി എന്നുള്ളതാണ് സത്യം. നമ്മൾ അങ്ങോട്ട് എന്താണ് കൊടുക്കുന്നത്, അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിരിക്കും കുട്ടികളിലൂടെ പ്രതിഫലിക്കുക. അതുകൊണ്ടാണ് പാരന്റിങ് എന്ന് പറയുന്നത് ശ്രദ്ധയോടെ തന്നെ വേണമെന്ന് നമ്മൾ പറയുന്നത്. മക്കളോട് ഇടപഴകുമ്പോൾ അവരെ പേരെടുത്ത് വിളിക്കുന്നത് പോലും അത്രമേൽ മധുരതരമായിരിക്കണം. സൂറ ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകനെ അഭിസംബോധന ചെയ്യുന്ന ഒരു രീതിയുണ്ട്. യാ ബുനയ്യ, അതായത് എൻ്റെ പൊന്നു മകനെ എന്നാണ് വിളിക്കുന്നത്. അത്രമേൽ സ്നേഹത്തോടെയാണ് മകനെ അതിൽ ഉപദേശിക്കുന്നതും. ഇനി ഉപദേശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത്, കുട്ടികൾ ദേഷ്യത്തോടെ ഇരിക്കുന്ന സമയത്തും നമ്മൾ ഒരിക്കലും അവരെ ഉപദേശിക്കാൻ നിൽക്കരുത്. ദേഷ്യത്തോടെ കൊടുക്കുന്ന ഉപദേശം ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ കേൾക്കുന്ന ഉപദേശവും ഒരിക്കലും ഫലവത്താവില്ല. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം കുട്ടികളിലെ അനാവശ്യ വാശിയെക്കുറിച്ചാണ്. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ് കുട്ടികളിലെ ദുശ്ശാഠ്യം അഥവാ വാശി. കുട്ടികളെ പ്രധാനമായിട്ടും വാശിക്കാരായി മാറ്റുന്നതിൻ്റെ കാരണം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വാശി 4 വിധത്തിലാണുള്ളത്. 4 തരം വാശികളെ കുറിച്ചാണ് പ്രധാനമായും നമ്മൾ പൊതുവായി കാണപ്പെടാറുള്ളത്. അതിൽ ഒന്നാമത്തെ വാശി ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ചെറിയ കുട്ടികളെ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ദുശ്ശാഠ്യം കാണിക്കും. നമ്മൾ അവർക്ക് മിതമായ ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്വഭാവം അവരിൽ നിന്നും കുറയുന്നതായിട്ടും കാണാൻ പറ്റും. നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അവർ ഓരോ കുരുത്തക്കേടുകൾ കാണിച്ചുകൊണ്ടിരിക്കും. അത് പോസിറ്റീവായിട്ടായിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുമായിരിക്കും. ഇതിൽ പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ് ഈ വാശിക്ക് കാരണമാവുന്നതും. അതായത് കുട്ടി നോർമലായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ കുട്ടിയെ പൊതുവെ ശ്രദ്ധിക്കില്ല. എന്നാൽ അവൻ വല്ല കുരുത്തക്കേടോ വികൃതിയോ കാണിക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കും, അവരോട് സംസാരിക്കും, അടക്കിയിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇത് കുട്ടികളിൽ റോങ് ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അതായത് താൻ എന്തെങ്കിലും വികൃതിയോ കുരുത്തക്കേടോ കാണിച്ചാൽ മാത്രമേ തനിക്ക് ശ്രദ്ധ കിട്ടുകയുള്ളൂ എന്ന രീതിയിലാണ് കുട്ടി ഇത് മനസ്സിലാക്കുന്നത്. തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി അവൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇതിനുള്ളൊരു പ്രതിവിധി എന്താന്ന് വെച്ചാൽ, കുട്ടി കാമായിട്ട് നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്ന സമയത്തും നമ്മൾ അവരോട് സംസാരിക്കണം. അവർ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും അവരുടെ കൂടെ പോയിരിക്കുകയും സംസാരിക്കുകയും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ്. പുതിയ കാലത്ത് നമ്മൾ ബഹുവിധ തിരക്കുകളിൽ പെട്ട് മറന്നു പോകുന്ന ഒരു കാര്യമാണ് കുട്ടികളെ കേൾക്കുക എന്നുള്ളത്.
ഈ പ്രായത്തിൽ നമ്മൾ കുട്ടികളെ കേൾക്കുമ്പോൾ നമ്മുടെ സാമീപ്യം, അതായത് പ്രോക്സിമിറ്റി വളരെ പ്രധാനമാണ്. കുട്ടി പറയുന്നത് നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നില്ലെങ്കിലും പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ വളരെ താല്പര്യത്തോടെയാണ് നമ്മൾ മക്കളെ കേൾക്കേണ്ടത്. ആ തോന്നൽ അവരിൽ ആത്മവിശ്വാസം വളർത്തും. കൂടുതൽ സംസാരിക്കാൻ അത് അവർക്ക് പ്രചോദനം നൽകും. കഴിയുമെങ്കിൽ കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കേൾക്കുന്നതാണ് നല്ലത്. രണ്ടാമത്തെ അവർ വാശി കാണിക്കുന്ന കാര്യം എന്നത് ഏതെങ്കിലും ഒരു വസ്തു അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. ഉദാഹരണത്തിന്, ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു ടോയ് കിട്ടാനോ അല്ലെങ്കിൽ ഒരു മിഠായിക്ക് വേണ്ടിയിട്ടോ അവർ വാശി പിടിക്കും. അതിൻ്റെ വിലയോ അഫോർഡബിലിറ്റിയോ ഒന്നും അവർക്ക് പ്രശ്നമല്ല. അവർക്ക് അത് കിട്ടിയേ അടങ്ങൂ എന്നുള്ളൊരു വാശിയിലായിരിക്കും. ഇതിന് നമ്മൾ വക വെച്ച് കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ അവർ പിന്നീട് നിരന്തരം ഇത് ആവർത്തിക്കും. ഇതൊരു ശീലമാക്കും. ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ കുട്ടിക്ക് അത് ആവശ്യമുള്ളതുമായ കാര്യവുമാണെങ്കിൽ മാത്രം അതിനെ വാങ്ങിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ ഇത് നമ്മളിപ്പോൾ വാങ്ങിക്കുന്നില്ല എന്ന് കുട്ടിയോട് പറയുക, ബോധ്യപ്പെടുത്തുക. എന്നിട്ടും കുട്ടി അത് അനുസരിക്കുന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കണം. കുട്ടിയെ പ്രീതിപ്പെടുത്താൻ അവർ ചോദിക്കുന്ന എല്ലാം വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഉപ്പ ഒരു കാര്യം വാങ്ങിക്കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങിക്കൊടുക്കാൻ നിൽക്കരുത്. തീരുമാനം എടുക്കേണ്ടത് രണ്ടുപേരും ഒരുപോലെ ആയിരിക്കണം. ഒരേ നിലപാടായിരിക്കണം ഉമ്മാക്കും ഉപ്പാക്കും ഉണ്ടായിരിക്കേണ്ടത്. ചിലതെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെന്നും അതിനുവേണ്ടി അനാവശ്യമായിട്ട് പൈസ സ്പെൻഡ് ചെയ്യേണ്ടതില്ല എന്നും നമ്മൾ തീരുമാനിക്കണം. ഇതൊരു ശീലമാക്കി കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ ഒരു രീതി പിന്തുടർന്നു കഴിഞ്ഞാൽ അനാവശ്യമായ സാധനങ്ങൾ ഉമ്മയും ഉപ്പയും തനിക്ക് വാങ്ങിത്തരില്ല എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് കുട്ടിയെത്തും. ഇത് സമയമെടുത്ത് ശീലിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. 1-2 ദിവസം കൊണ്ട് മാറ്റിയെടുക്കാവുന്നതല്ല. ഇനി മൂന്നാമത് അവർ വാശി കാണിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് എസ്കേപ്പിസമാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ കുട്ടിയെ പഠിപ്പിക്കാനിരിക്കുമ്പോൾ എന്തെങ്കിലും നിസ്സാരണ കാര്യത്തിൻ്റെ പേരിൽ അവർ വാശി കാണിച്ച് പുസ്തകമൊക്കെ തട്ടി മാറ്റി പിണങ്ങിയിരിക്കും. ഇത് പഠിക്കുക എന്ന കാര്യത്തിൽ നിന്നുള്ള ഒരു എസ്കേപ്പിസമാണ്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന് വക വെച്ച് കൊടുക്കാതിരിക്കുക. നിങ്ങൾ അവരെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വാശിക്ക് മുമ്പിൽ അത് നിർത്തിവെക്കാതെ പൂർത്തിയാക്കുക. അവരുടെ വാശി എന്ന് പറയുന്നത് അവർ നമ്മിൽ പ്രയോഗിക്കുന്ന ഒരു നമ്പറാണ്, ഒരു ട്രിക്കാണ്. നമ്മൾ അതിൽ വീണു പോകരുത്. അതിനെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി ഉറച്ച തീരുമാനത്തോടെയും നയത്തോടെയും അതിനെ കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത്. ഇനി അടുത്തൊരു വാശി എന്ന് പറയുന്നത്, അത് കുട്ടികളെ കുറ്റം പറയാൻ പറ്റില്ല. അവർ നമ്മളിൽ നിന്നും കണ്ടുപിടിച്ച ചില വാശികളുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നേടാൻ വേണ്ടി വാശി കാണിക്കുന്നുണ്ടെങ്കിൽ കുട്ടികളത് അതുപോലെ കോപ്പി ചെയ്യും. കുട്ടികൾ എല്ലായ്പ്പോഴും നമ്മളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പെരുമാറ്റങ്ങൾ, ചെയ്തികൾ, സ്വഭാവങ്ങൾ, സംസാരങ്ങൾ ഇതെല്ലാം അവർ കോപ്പി ചെയ്യുക കൂടെ ചെയ്യും. ആദ്യം നമ്മളിൽ തിരുത്തപ്പെടേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തിയതിനു ശേഷമാണ് കുട്ടികളോട് നമ്മൾ ഇടപെടേണ്ടതും ഉപദേശിക്കേണ്ടതും. ഗാന്ധിജിയുടെ ജീവിതത്തിൽ ഒരു കഥയുണ്ട്. ഒരു സ്ത്രീ തൻ്റെ മകനെയും കൊണ്ട് ഗാന്ധിജിയെ കാണാൻ വന്നു. മകൻ അമിതമായ ശർക്കര തിന്നുന്ന ഒരു ശീലമുണ്ട്, അങ്ങ് ഇവനെ ഒന്ന് ഉപദേശിക്കണമെന്നായിരുന്നു ആ സ്ത്രീയുടെ ആവശ്യം. ഗാന്ധി ആ സ്ത്രീയെ മടക്കി അയച്ചു. 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അങ്ങനെ 2 ആഴ്ചയ്ക്ക് ശേഷം അവർ തിരിച്ചു വന്നപ്പോൾ ഗാന്ധി ആ കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉപദേശിച്ചു. അമിതമായ ശർക്കര കഴിച്ചാലുള്ള ദോഷവശങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇത് കണ്ടു നിന്ന ആ കുട്ടിയുടെ അമ്മ ഗാന്ധിജിയോട് ചോദിച്ചു, ഈ ഉപദേശം താങ്കൾക്ക് 2 ആഴ്ച മുമ്പ് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് തരാതിരുന്നത്? അതിന് ഗാന്ധി നൽകിയ മറുപടി പ്രസക്തമാണ്. ഈ കുഞ്ഞിനെ ഉപദേശിക്കാനുള്ള ഒരു യോഗ്യതയും 2 ആഴ്ച മുമ്പ് വരെ എനിക്കുണ്ടായിരുന്നില്ല. കാരണം ഞാനും നന്നായി ശർക്കര കഴിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ആ ശീലം മാറ്റിയതിന് ശേഷമാണ് ഇപ്പോൾ ഇവനോട് സംസാരിക്കുന്നത്. ഇതിൽ നമുക്കുള്ള ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ നേരെയാവുക, നമ്മൾ തിരുത്തുക, അതിനുശേഷം കുട്ടികളെ തിരുത്താൻ വേണ്ടി മുതിരുക. കുട്ടിയുടെ വളർച്ചയിൽ പ്രധാനമായും 2 കാര്യങ്ങളാണ് സ്വാധീനിക്കുന്നത്. ഒന്ന് ഹെറിഡിറ്റി, രണ്ടാമത്തത് എൻവയോൺമെന്റ്. അതായത് പാരമ്പര്യവും ജീവിക്കുന്ന ചുറ്റുപാടുകളും. കുട്ടിയുടെ സ്വഭാവം, പെരുമാറ്റ രീതികൾ, വ്യക്തിത്വം ഇതെല്ലാം നിർണ്ണയിക്കുന്നത് ഈ 2 കാര്യങ്ങളാണ്.
നല്ല കുടുംബാന്തരീക്ഷം ഉണ്ടായിരിക്കുക എന്നത് അതുകൊണ്ട് തന്നെ പരമപ്രധാനമായ കാര്യമാണ്.